വടകരയിലെത്തി എന്ന് പറയുന്ന പണം ഇപ്പോഴും ആവിയായി നിൽക്കുകയാണ്. എന്നാൽ മഹാരാഷ്ട്രയിൽ കഥ വേറെയാണ്. BJP ദേശീയ ജനറൽ സെക്രട്ടറി വിനോദ് താവഡെയെയും മകനെയും 5 കോടി രൂപയുമായി പിടികൂടി എന്നാണ് ബഹുജൻ വികാസ് അഘാഡി പ്രവർത്തകർ പറയുന്നത്. തുക എത്രയായാലും താവഡെയുടെ ദേഹത്തേക്ക് പ്രവർത്തകർ പണം വാരി എറിയുന്ന വീഡിയോ പുറത്തു വന്നു കഴിഞ്ഞു. പോലീസ് എടുത്ത കേസിൽ 9,94,000 രൂപ ഹോട്ടലിൽ നിന്നും പിടിച്ചെടുത്തു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. പണമായി 9.94 ലക്ഷം രൂപ കൊണ്ടു നടന്നാൽ തന്നെ കേസെടുക്കാം. കാരണം ഒരാളുടെ കൈവശം വയ്ക്കാവുന്ന കറൻസിയുടെ പരമാവധി 2 ലക്ഷം രൂപയാണ്. ശേഷിക്കുന്ന തുകയുടെ ഇടപാടുകൾ ബാങ്ക് വഴി വേണം നടത്താൻ. ഏതായാലും തുക 9.94 ലക്ഷം രൂപ മാത്രമായതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ അത് വെളുത്തു കാണും എന്ന് പറയുന്നത്. താവഡയുടെ ഒപ്പം ഉണ്ടായിരുന്ന ഏതെങ്കിലും ഒരാൾക്ക് സ്വർണ്ണക്കടയുണ്ടെന്നും അവിടെ കറൻസിയായി ഒരു ദിവസം കിട്ടിയ തുക ബാങ്കിൽ അടയ്ക്കാൻ കൊണ്ടുവന്നതാണെന്നും 10 ബില്ല് കാണിച്ചാൽ കോടതിയിൽ കഴിച്ചിലാകും. നാട്ടിൽ നടക്കുന്ന പല കുഴൽപ്പണ കേസും കോടതിയിൽ രക്ഷപ്പെടുന്നത് ഇങ്ങനെയൊക്കെയാണ്. പക്ഷേ മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പ് ഞെട്ടിക്കുന്ന ഒരു വിവരം ഇത്തവണ തരുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പിടിച്ചെടുത്തത് മാത്രം 660 കോടി 18 ലക്ഷം രൂപയുടെ നോട്ടുകളും മദ്യവും ലഹരി മരുന്നുമാണ്. ജാർഖണ്ഡും മറ്റു ഉപതിരഞ്ഞെടുപ്പുകളും കൂടി ചേർന്നാൽ 1000 കോടി വരും ഈ കണക്കില്ലാത്ത പണത്തിന്റെ അളവ്. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. എന്തിനാണ് PM പണ്ട് കറൻസി അസാധുവാക്കിയത്? കറൻസി അസാധുവാക്കിയത് 2016-ലാണെങ്കിലും പണ്ട് എന്ന് പറയാനാണിപ്പോൾ BJP-ക്കാർക്ക് ഇഷ്ടം. മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പ് രംഗത്തേക്ക് മാത്രം നോക്കാം. 2019-ൽ ശിവസേന BJP-യോട് ഇടഞ്ഞു മത്സരിക്കുമ്പോൾ അതായിരുന്നു ചരിത്രത്തിലെ ഏറ്റവും കാശ് വാരിയെറിഞ്ഞ വോട്ടെടുപ്പ്. അന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മഹാരാഷ്ട്രയിൽ നിന്ന് മാത്രം പിടിച്ചെടുത്തത് 103 കോടി 61 ലക്ഷം രൂപയുടെ നോട്ടുകളും മറ്റ് അൻസാരികളുമായിരുന്നു. അതിന്റെ 6 മടങ്ങിലധികമായ 660 കോടി രൂപയാണ് ഇത്തവണ പിടിച്ചെടുത്തിരിക്കുന്നത്. കറൻസിയായി മാത്രം 153 കോടി 48 ലക്ഷം രൂപ, 71 കോടി 13 ലക്ഷം രൂപയുടെ മദ്യം, 72 കോടി 14 ലക്ഷം രൂപയുടെ ലഹരി, 282 കോടി 49 ലക്ഷം രൂപയുടെ സ്വർണം. തീർന്നിട്ടില്ല. സാരിയും ടിവിയും ഫ്രിഡ്ജും ഒക്കെയായി 80 കോടി 94 ലക്ഷം രൂപയുടെ വസ്തുക്കൾ വേറെയും. അങ്ങനെ ആകെ 660 കോടി രൂപ. ശരിക്കും ചെലവഴിക്കുന്നതിന്റെ 10-1 പോലും പിടിക്കപ്പെടുന്നില്ല എന്നാണ് സെന്റർ ഫോർ പോളിസി റിസർച്ചിന്റെ കണക്ക്. 10-1 എന്ന കണക്കെടുത്താൽ പോലും കണക്കിൽപ്പെടാതെ ചെലവഴിച്ചിട്ടുണ്ടാവുക 6600 കോടി രൂപയാണ്. 288 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് 6600 കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഒരു മണ്ഡലത്തിൽ ശരാശരി 23 കോടി രൂപയാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു മണ്ഡലത്തിൽ ചെലവഴിക്കാൻ അനുവദിക്കുന്നത് 40 ലക്ഷം രൂപയും. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ചിരിക്കുന്നതിലും 60 മടങ്ങ് വരും അത്. പിടിച്ചെടുത്തത് 10-1 മാത്രമാണ് എന്ന് കണക്കാക്കിയാൽ പോലും വരുന്ന തുകയാണ് ഇപ്പറഞ്ഞത്. അത് ശരിക്കും 50 മടങ്ങായ 30,000 കോടി രൂപയായിരിക്കും എന്നാണ് ഈ രംഗത്ത് ഗവേഷണം നടത്തുന്ന ഏജൻസികൾ പറയുന്നത്. മഹാരാഷ്ട്രയിൽ മാത്രമല്ല ജാർഖണ്ഡിലുമുണ്ട് കുഴൽപ്പണവേട്ടയിൽ പുതുചരിത്രം. 198 കോടി 12 ലക്ഷം രൂപയുടെ കള്ളപ്പണമാണ് ജാർഖണ്ഡിൽ നിന്നും പിടിച്ചെടുത്തിരിക്കുന്നത്. 2019-ലെ തിരഞ്ഞെടുപ്പ് കാലത്ത് ഇത് 18 കോടി 76 ലക്ഷം രൂപയുടേത് മാത്രമായിരുന്നു. 10 മടങ്ങാണ് ജാർഖണ്ഡിലെ കള്ളപ്പണവേട്ട. കറൻസി അസാധുവാക്കിയതോടെ രാജ്യത്തെ മുഴുവൻ പണവും രേഖകളിലായി എന്നാണ് സർക്കാർ അവകാശപ്പെട്ടത്. പിന്നീട് ചെലവഴിക്കുന്ന ഓരോ രൂപയും ബാങ്ക് വഴി വിതരണം ചെയ്യുന്നതിനാൽ കൃത്യമായ ഉറവിടം അറിയാമെന്നും അവകാശപ്പെട്ടു. എന്നിട്ടും ഈ 45 ദിവസത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്കും ഏതാനും ഉപതിരഞ്ഞെടുപ്പുകൾക്കും ഇടെ മാത്രം 1000 കോടി രൂപയുടെ കള്ളപ്പണം കണ്ടെത്തുകയാണ്. ഈ പണം എവിടെ നിന്ന് വരുന്നു എന്നുള്ളതാണ് ചോദ്യം. കറൻസി അസാധുവാക്കുമ്പോൾ രാജ്യത്തുണ്ടായിരുന്നത് 16 ലക്ഷം കോടി രൂപയുടെ നോട്ടുകളാണ്. ഇപ്പോൾ 8 വർഷം കഴിഞ്ഞ് മഹാരാഷ്ട്ര ജാർഖണ്ഡ് തിരഞ്ഞെടുപ്പ് കാലത്തുള്ളത് 35,26,500 കോടി രൂപയുടെ നോട്ടുകൾ. അതിൽ 30 ലക്ഷം കോടി രൂപയുടേതും 500-ന്റെ കറൻസികളാണ്. 1000-ന്റെയും 500-ന്റെയും കറൻസികൾ നിരോധിച്ച ശേഷം അടിച്ചുകൂട്ടിയതെല്ലാം 500-ന്റെയും 2000-ന്റെയും കറൻസികൾ. ഇതിനിടെ അബദ്ധം മനസ്സിലായി 2000-ന്റെ കറൻസി നൈസായി അങ്ങ് പിൻവലിച്ചു. എന്നിട്ടും വിപണിയിൽ പ്രചരിക്കുന്നത് അന്നുണ്ടായിരുന്നതിന്റെ ഇരട്ടിയിലധികം വരുന്ന 35 ലക്ഷം കോടി രൂപ. കൂലിപ്പണിക്കാർക്ക് പോലും ഇപ്പോൾ കാശിന്റെ കളി ബസ്സിൽ കയറുമ്പോൾ മാത്രമേയുള്ളൂ. ബാക്കി എല്ലാത്തിനും ഗൂഗിൾ പേ ആയിട്ടുണ്ട്.
പാവങ്ങൾ കിട്ടുന്ന കാശ് മുഴുവൻ അക്കൗണ്ടുകൾ വഴി തന്നെ ഗൂഗിൾ പേ ആയും പേപാലായും ചെലവഴിക്കുമ്പോൾ ഈ 35 ലക്ഷം കോടി രൂപയുടെ കറൻസി അച്ചടിക്കുന്നത് കള്ളപ്പണക്കാർക്കും രാജ്യം പിടിച്ചെടുക്കാനാണോ? 2023 ഡിസംബറിൽ നമ്മുടെ രാജ്യത്ത് പ്രചാരത്തിലുണ്ടായിരുന്നത് 33 ലക്ഷം കോടിയുടെ കറൻസികളായിരുന്നു. എന്നാൽ അതിപ്പോ 35 ലക്ഷം കോടി രൂപയുടേതായി. ഏതാണ്ട് 2.5 ലക്ഷം കോടി രൂപയുടെ അധിക കറൻസിയാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്തും ഇപ്പോഴത്തെ ഉപതെരഞ്ഞെടുപ്പ് കാലത്തുമായി അടിച്ച് വിപണിയിലിറക്കിയത്. റിസർവ് ബാങ്ക് ഇങ്ങനെ 2 ലക്ഷം കോടിയിലധികം രൂപയുടെ കറൻസി, അതും 11 മാസത്തിന്റെ ഇടവേളയിൽ അച്ചടിച്ചിറക്കാൻ മാത്രം എന്ത് സാമ്പത്തിക വളർച്ചയാണ് നമ്മുടെ രാജ്യത്തുണ്ടായത്? സാമ്പത്തിക വളർച്ചാ നിരക്കിൽ മുൻവർഷം ഇതേ കാലത്തേക്കാൾ 1% കുറവാണ് യഥാർത്ഥത്തിലുണ്ടായത്. 2020-ൽ 24 ലക്ഷം കോടി രൂപയുടെ മാത്രം കറൻസിയാണ് വിപണിയിൽ ഉണ്ടായിരുന്നത് എങ്കിൽ 4 വർഷം കൊണ്ട് അത് ദുരൂഹമായി 35 ലക്ഷം കോടി രൂപയിൽ എത്തിയിരിക്കുകയാണ്. കള്ളപ്പണക്കാർ കൂടുതൽ ഉണ്ടായി വരികയും അവരൊക്കെ ചാക്കിൽ കെട്ടി പണം പഴയ കോളേജിൽ ദേശീയപാതയിലൂടെ കൊണ്ടുപോവുകയുമാണ് എന്നാണോ നമ്മൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത്? ലോകബാങ്കിന്റെ അനുമാനം അനുസരിച്ച് ഇന്ത്യയുടെ മൊത്തം സമ്പദ് വ്യവസ്ഥയുടെ 23.2% കള്ളപ്പണമാണ്. ലോകബാങ്ക് കണക്കിൽ 3.87 ലക്ഷം കോടി ഡോളറാണ് രാജ്യത്തിന്റെ ഇപ്പോഴത്തെ GDP. അതിന്റെ 23%. എന്നാൽ 89,000 കോടി ഡോളറിന്റെ കള്ളപ്പണമുണ്ട്. അത് രൂപയാക്കിയാൽ 75 ലക്ഷം കോടി രൂപ വരും. കേരളം ഇതുവരെ ഒരു വർഷത്തെ നികുതി വരുമാനം 1 ലക്ഷം കോടി രൂപ പോലും തികയാത്തൊരു സംസ്ഥാനമാണ്. അതിന്റെ 75 മടങ്ങാണ് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ പ്രചരിക്കുന്ന കള്ളപ്പണം. രാജ്യത്ത് മൊത്തം പ്രചരിക്കുന്ന കള്ളപ്പണത്തിന്റെ 0.013% മാത്രമാണ് മഹാരാഷ്ട്ര, ജാർഖണ്ഡ് ഉപതിരഞ്ഞെടുപ്പുകളിൽ പിടിച്ചെടുത്തത്. 75 ലക്ഷം കോടിയിൽ വെറും 1000 കോടി. ആ പണമാണ് ഇന്ത്യയുടെ വിപണിയെ നിയന്ത്രിക്കുന്നതും രാഷ്ട്രീയ അധികാരം നേടാൻ ഉപയോഗിക്കുന്നതും. ഇനോവയിലും ട്രോളി ബാഗിലും ഒക്കെ കൊണ്ടുവരുന്നത് വെറും പരൽ മീനുകളാണ്. സ്രാവുകൾ വേറെ കടലിൽ വേറെ സ്രാവുകൾക്കൊപ്പം നീന്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് സ്പോട്ട്ലൈറ്റ് ഈ വിഷയത്തിൽ ഇതിൽ കൂടുതൽ എന്ത് പറയാനെന്നും ചോദിക്കുകയാണ്. ഇനി മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം.